രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ലൈംഗിക അതിക്രമത്തിനിരയായ പെൺകുട്ടികളുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച്. വനിതാ ഉദ്യോഗസ്ഥന്മാർ യുവതികളെ നേരിട്ട് കാണും. ഒരു ട്രാൻസ്ജെൻഡറും 3 യുവതികളുമാണ് മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ ചോദ്യം ചെയ്തേക്കും. നിലവിൽ അന്വേഷണ സംഘത്തിന് യുവതികളുടെ പരാതികൾ ലഭിച്ചിട്ടില്ല. വിവരങ്ങളുമായി റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും യുവതികളുടെ പരാതി ലഭിച്ചിട്ടില്ല. പക്ഷേ അവരുടെ മൊഴിയെടുക്കുന്നതടക്കം ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ 3 പേരുടെ മൊഴി എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയും ചെയ്യും. ഈ കേസ് എടുത്തതിന് പിന്നാലെ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിൽ നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ലൈംഗികാതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം തന്നെയാണ് അന്വേഷണം നടത്തുക. നിലവിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ യുവതികളുടെ പരാതികളില്ല. എന്നാൽ പോലും പ്രധാനപ്പെട്ട തെളിവുകളുണ്ട്. റിപ്പോർട്ടർ പുറത്തുവിട്ട ഏറ്റവും പ്രധാന തെളിവുകളാണ്. ആ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് അന്വേഷണം തുടങ്ങുക. അന്വേഷണ സംഘം വിപുലീകരിക്കുന്നുണ്ട്. സൈബർ വിദഗ്ധൻ, വനിതാ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിയാണ് അന്വേഷണ സംഘം വിപുലീകരിക്കുക. DSP ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അതിൽ ആദ്യഘട്ടത്തിൽ പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ മൊഴി ശേഖരിക്കും. തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്യും. ഇങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും രഹസ്യമായ അന്വേഷണങ്ങളായിരിക്കും. വളരെ കൃത്യമായി പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. കാരണം തെളിവുകൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടതിന് അപ്പുറത്തേക്ക് തെളിവുകൾ ലഭിക്കണമെങ്കിൽ പെൺകുട്ടികൾ മൊഴി നൽകണം. മൊഴി നൽകാൻ ഇതുവരെ പെൺകുട്ടികൾ തയ്യാറായിരുന്നില്ല, പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. അതിന് അവർ കാരണമായി ചൂണ്ടിക്കാണിച്ചത് പരാതിയുമായി പോലീസിനെ സമീപിച്ചാൽ അപായപ്പെടുത്തുമെന്നാണ്. മുഖ്യമന്ത്രി തന്നെ അങ്ങനെ യാതൊരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടാകില്ല, ഏതെങ്കിലും പെൺകുട്ടികൾ പീഡന പരാതിയുമായി എത്തിയാൽ അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനവും. അതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. അതിൽ ഏറ്റവും നിർണായകമാവുക പെൺകുട്ടികളുടെ മൊഴികളാണ്. ഈ പീഡനത്തിനിരയായ യുവതികൾ മൊഴി നൽകിക്കഴിഞ്ഞാൽ നിലവിലുള്ള വകുപ്പുകൾക്ക് പുറമെ കൂടുതൽ കടുത്ത വകുപ്പുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഗൗരവത്തോടെ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുക. പോലീസ് ആസ്ഥാനത്ത് തന്നെ ഈ അന്വേഷണം കൃത്യമായി നിരീക്ഷിക്കും. ADGP H. വെങ്കടേഷ് തന്നെയാണ് അത് നിരീക്ഷിക്കുക. കാരണം ഒന്നിൽ കൂടുതൽ പെൺകുട്ടികൾ പീഡനത്തിനിരയായി എന്ന് തെളിഞ്ഞൊരു സാഹചര്യമുണ്ട്. ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞ് ഗർഭഛിദ്രം ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ കൃത്യമായ ഓഡിയോ സംഭാഷണവുമുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭാഷണമാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഗൗരവത്തോടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമത്തിനിരയായ പെൺകുട്ടികളുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച്.